എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ചെയ്ത പ്രതി അഫാൻ, ആ കുടുംബത്തിലെ 5 പേരെയും കൊലപ്പെടുത്തിയ അഫാൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഓരോ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴും അഫാന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യവും അതേപോലെ തന്നെ അഫാന്റെ ഓരോരോ പുതിയ കഥകളും നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് അഫാന്റെ ഉമ്മ, അതായത് അതിദാരുണമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ട ഉമ്മ ഷെമി എന്ന് പറയുന്ന ആള്. പുള്ളിക്കാരി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വലിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ തരണം ചെയ്തിട്ട് ഇപ്പോ തിരികെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നമുക്കറിയാം, പോലീസുകാരോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടേഴ്സോ ആരും പുള്ളിക്കാരിയെ ഈ വിഷയങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പുള്ളിക്കാരി ഈ വിഷയം പിന്നീട് അറിയിക്കുകയും എന്താണ് സംഭവിച്ചത്, അറിയിക്കുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച സമയത്ത് ഷെമി എന്ന് പറയുന്ന അഫാന്റെ ഉമ്മ പറയുന്നത് കട്ടിൽ നിന്ന് വീണ സമയത്ത് തല പൊട്ടിയതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നീട് ഈ അഫാന്റെ ഏറ്റവും ഇളയ അനിയൻ അഫ്സാനെ പറ്റി ഈ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്റെ ഇളയ മകൻ എവിടെ, മൂത്ത മകനെ പറ്റിയല്ല ചോദിക്കുന്നത്, എന്റെ ഇളയ മകൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാരും പറയുന്നത് ബന്ധു വീട്ടിലുണ്ട്. പിന്നീട് അതിനുശേഷം പറയുകയുണ്ടായി, ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്നവൻ ഈ മക്കളെല്ലാം കൊന്നു എന്നുള്ളത്. അത് പറയുമ്പോഴും ഉമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കുറെയൊക്കെ അഭിനയവും. പിന്നീട് അതിനുശേഷം വീണ്ടും ഇപ്പൊ ഇന്നൊരു വീണ്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, അഫാന്റെ ഉമ്മയെടുത്ത് ചോദിക്കുകയുണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും പറയുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു, ഇനി കാര്യങ്ങളായിട്ട് പ്രതികരിച്ച് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെളിവില്ലാത്ത ഈ കിഴങ്ങൻ അഫാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അഫാൻ എന്ന് പറയുന്ന തന്തയ്ക്ക് മുൻപുണ്ടായവൻ ചെയ്ത പ്രവൃത്തി, അവന്റെ ഉപ്പ തന്നെ പറയുന്നുണ്ട്, അഫാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കണ്ടാൽ മതി, അല്ലെ അഫാന് ഈ തക്കതായ ശിക്ഷ കിട്ടിയാൽ മതി, അഫാനെ ഇനി മകനായിട്ട് പോലും കാണാൻ സാധിക്കത്തില്ല. അഫാന്റെ വാപ്പ പറയുന്നുണ്ട്. ആ ഒരു വാപ്പയ്ക്ക് അത്രയും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ ഇടറിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി അഹോരാത്രം അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന അഫാന്റെ അച്ഛനെ അല്ലേ ഈ പറയുന്ന ഉമ്മയും ഈ പറയുന്ന അഫാനോട് ചതിച്ചത്. ഇതിലൊരു ബന്ധവുമില്ലാത്ത ആ അനിയനെയും അതേപോലെ അവൻ സ്നേഹിച്ച പെണ്ണിനെയും അവന്റെ ഉമ്മയുടെ സഹോദരങ്ങളെയൊക്കെ കൊന്നുകളയാന്ന് പറയുമ്പോൾ അവൻ ചെയ്ത നീചമായ പ്രവൃത്തി. ഇതിനൊക്കെയും ഈ പറയുന്ന അഫാന്റെ ഉമ്മയുടെ പങ്ക് എന്താണ്? ഒരുപക്ഷെ അഫാൻ എന്ന് പറയുന്നവൻ ഈ രീതിയിലേക്ക് ആയി തീർന്നത് അല്ലെങ്കിൽ ഈ ഒരു കുറ്റവാളിയായതിന്റെ പ്രധാന പങ്ക് ഈ ഉമ്മ ഷെമിയുടെ ആണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് കട്ടിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ ഷെമിയുടെ അടുത്ത് ഇന്ന് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഷെമി പറയുകയുണ്ടായത് കട്ടിൽ നിന്ന് വീണു, അങ്ങനെ തലപൊട്ടി, ഇത്രയും വലിയ പൊട്ടൽ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അതിനും ഷെമിക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് അറിയാമോ? അത് കട്ടിൽ നിന്ന് വീണ സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു. അഫാന്റെ പിതാവ് ഗൾഫിൽ നിന്ന് പൈസ ഇല്ലാത്ത സമയത്തും 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് അയച്ചു കൊടുത്ത് കടം തീർക്കാനായിട്ട്. ആ 4 ലക്ഷത്തിൽ 2 ലക്ഷം ബാങ്കിൽ അടയ്ക്കുകയും ബാക്കി 2 ലക്ഷം അവസാനം അതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ക്ഷമിക്ക് ഉത്തരവില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന അഫാന്റെ ഉമ്മയെ ഇങ്ങനെ കുറ്റം പറയുന്നതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഇത്രയും കുടുംബത്തിലെ ഈ പാവം കുഞ്ഞ്, ആ ഒന്നും അറിയാത്ത കുഞ്ഞനുജനെയും ആ പെണ്ണിനെയും അതേപോലെ അവരുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന്റെ അതിന്റെ പ്രധാന കാരണം ഈ പറയുന്ന ഉമ്മയും അഫാനും തന്നെയല്ലേ. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അഫാന്റെ ഉമ്മയ്ക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കും. അഫാന്റെ പിതാവിന് ഈ കാര്യങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ ഇത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ വാർത്ത എന്നാദ്യം കണ്ടു നോക്കാം. കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റെന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞുമാറി. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തന്റെ മകൻ അത്തരത്തിലേക്കൊന്നും ചെയ്യില്ല എന്ന മൊഴി ആവർത്തിക്കുകയാണോ ഈ അമ്മ? മകനെ രക്ഷിക്കാൻ എന്നുള്ള ഒരു നീക്കം എന്നതിനെ കാണണമോ? കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത്, തന്റെ മകൻ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെയുള്ള മൊഴി അത് ആവർത്തിച്ചിരിക്കുകയാണ് ഷെമി, അതായത് അഫാന്റെ അമ്മയാണ്. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. അനുജ, വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല. കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. 1 മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി. അവരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. അത് കൃത്യമായി ഭേദപ്പെട്ടതിന് ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ശരി, കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത് എന്ന മൊഴി ആവർത്തിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ. മക്കളോട് സ്നേഹമാകാം, മക്കള് കുറ്റവാളികളായി സ്വന്തം വീട്ടിലെ എല്ലാവരെയും കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞതിന് ശേഷവും ഈ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു കള്ളത്തരമില്ലേ?
എന്തൊക്കെയോ ഇപ്പോഴും നിഗൂഢതകൾ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു കൊലപാതകമായി അല്ലെ മരണമായി മാറിയിരിക്കുകയാണ് വെഞ്ഞാറമൂട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു കൂട്ടക്കൊലപാതകം. അപ്പൊ അതിന്റെ സത്യങ്ങൾ എന്തായാലും മറന്നേക്ക് പുറത്തു വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു വിധിയുമാണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അഫാന്റെ ഉമ്മ വിചാരിക്കണം. അഫാന്റെ ഉമ്മ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ തോന്നുന്നത്. ആദ്യമൊക്കെ വിഷമം തോന്നിയവർ പലരും ഇപ്പോഴും കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അഫാന്റെ ഉമ്മയ്ക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും സത്യം മറന്നേക്ക് പുറത്തു വരട്ടെ. ആരാണ് കുറ്റവാളി, എന്തിന്റെ പേരിലാണ് ഈ ഒരു ക്രൈം നടന്നത്, ഇതിൽ ഉമ്മയുടെ പങ്ക് എന്താണ്, ഇതിലെന്താണ് സംഭവിച്ചെന്നുള്ളത് ഇനിയും പുറത്തു വരാനായിട്ടുണ്ട്. അതെന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ. ആരാണ് കുറ്റവാളി എന്നുള്ളത് കേരളക്കരെ ഒന്നായി കാണട്ടെ. അഫാന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നീതിപീഠത്തിന് സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്.